ക്ഷേമ പെൻഷൻ അട്ടിമറിക്കെതിരെ KSKTU പിണ്ടിമന വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ഭിന്നശേഷിക്കാർ, കിടപ്പു രോഗികൾ, സഞ്ചരിക്കാൻ പ്രയാസപ്പെടുന്നവർ എന്നിവരുൾപ്പെടെയുള്ള എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലെത്തിച്ചു നൽകുക, റദ്ദാക്കിയ കുടുംബങ്ങളിലെ അർഹരായവർക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പിണ്ടിമന വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പിണ്ടിമന വില്ലേജ് ഓഫീസിൽ മുന്നിൽ നടന്ന പ്രതിഷേധ സമരം മുൻ MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. ജനക്ഷേമ പെൻഷനുകൾ തടസ്സപ്പെടുത്തുന്ന സമീപനങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർന്നുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2016 അധികാരമൊഴിയുമ്പോൾ ഏതാണ്ട് 33 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ അത് തന്നെ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ 62 ലക്ഷം കുടുംബങ്ങൾ, 62 ലക്ഷം ആളുകൾക്ക്, വയോജനങ്ങൾക്ക്, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകൾ, അവരെല്ലാം ചേർത്ത് നിർത്തുന്ന സമീപനം സ്വീകരിച്ചത്. ഇപ്പോൾ രണ്ടാം ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 2000 രൂപയിലേക്ക് നമ്മൾ ആ ക്ഷേമ പെൻഷൻ എത്തിച്ചില്ലേ? പരിശോധിക്കണം. 80-ൽ 45-ൽ തുടങ്ങി ഇവിടെ 2026 നമ്മൾ രണ്ടാം ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ 2000 രൂപയിലേക്ക് എത്തിച്ചു ക്ഷേമ പെൻഷൻ. 62-63 ലക്ഷം ആളുകൾക്ക് കൃത്യമായി അത് എത്തിച്ചു കൊടുക്കുന്ന, പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകൾ. നമുക്കറിയാം, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഗ്രാമീണ മേഖലയിൽ, അത് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയ്ക്കകത്ത് വളരെ കൃത്യതയോടുകൂടി ഇടപെട്ടു പോകുന്ന ഒരു സംവിധാനമാണ്. ആ സഹകരണ മേഖലയിൽ വഴിയാണ് നമ്മൾ ഈ ക്ഷേമ പെൻഷൻ ഈ വയോജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിലയിലുള്ള സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചു. KSKTU പിണ്ടിമന വില്ലേജ് പ്രസിഡന്റ് സജീവ് നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ ബിജു പി നായർ, TC മാത്യു, SM മല്യാർ, PK ശശി, PC വേലായുധൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ നിരവധി കർഷക തൊഴിലാളികളും പാർട്ടി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ലൈഫ് മലയാളം, കീരമ്പാറ.